ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുമസ് ശൂന്യതയുടെ തിരുനാളാണ്. ദൈവം മണ്ണിലേക്ക് മനുഷ്യനോളം ചെറുതായ ദിനം കൂടിയാണ് ക്രിസ്തുമസ്. ചിലവ് കുറയ്ക്കേണ്ട തിരുനാൾ കൂടിയാണ് ക്രിസ്തുമസ്. ആദ്യമേ തന്നെ ഈശോയുടെ പിറവിയുടെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. കച്ചിയും കടലാസും മുളച്ച നെൽക്കതിരുമെല്ലാം പുൽക്കൂട്ടിലെ നന്മ നിറഞ്ഞ കാഴ്ചകളാണ്. ആഡംബര വസ്തുക്കൾ പുൽക്കൂട്ടിലെ നന്മ കെടുത്തുകയുള്ളൂ. പുൽക്കൂട്ടിലെ കാഴ്ചക്കാർ കന്നുകാലിയിൽ തന്നെ, അതിഥികളാകട്ടെ ആട്ടിടയന്മാരും. ഉണ്ണിക്ക് മെത്തയായത് പുൽത്തകിടിയും. ഔസേപിതാവിന്റെ ശിരോവസ്ത്രമാണ് ഉണ്ണിക്ക് പിള്ളക്കച്ചയായതെന്ന് ഒരു വലിയ പാരമ്പര്യം തന്നെയുണ്ട്. എന്നാൽ നമ്മുടെ കണ്ണുടക്കുന്നത് അമ്പരച്ചുംബികളായ ദേവാലയങ്ങളിലേക്കും ലക്ഷങ്ങളുടെ വിലയുള്ള പുൽക്കൂടുകളിലേക്കുമല്ലേ? വില കൂടുന്തോറും നഷ്ടപ്പെടുന്ന ഒന്നാണ് ക്രിസ്തു. ചെറുതുകളെ കണ്ടെത്തേണ്ട, കുനിഞ്ഞു കയറേണ്ട ഇടമാണ് ബെത്ലഹേം. ഈ കൊറോണ കാലം ദൈവം ചെറുതാകാൻ നമുക്കിടവരുത്തി. സമൃദ്ധിയുടെ ഇടങ്ങളില്ലാതിരുന്നിട്ടും നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്ക 2:11. രാജാവിന് ഒരു സംശയം. ദൈവം എന്തിനാണ് മനുഷ്യനായി പിറന്നതെന്ന് ചോദ്യം ബുദ്ധിമാനായ മന്ത്രിയോടായിരുന്നു. മന്ത്രി ഉത്തരം പറയാനായിട്ട് ഒരു അവസരം കണക്ക് കൂട്ടി നടക്കുമ്പോഴാണ് രാജകുടുംബം ഒരുമിച്ച് തടാകത്തിൽ ഉല്ലാസത്തിനായി പോകുന്നത്. മന്ത്രിയും കൂടെ കൂടി. രാജാവും മകനും പ്രിയ രാജ്ഞിയും കൂടി തടാകത്തിൽ വഞ്ചിയിൽ മുൻപോട്ട് പോകുമ്പോൾ രാജാവിന്റെ അടുത്തേക്ക് മന്ത്രി അടുത്തു വന്നിട്ട് രാജാവിന്റെ മടിയിലുള്ള മകനെ എടുത്ത് ആഴമുള്ള തടാകത്തിലേക്ക് എടുത്തിട്ടു. രാജാവ് ഒന്നും ചിന്തിച്ചില്ല. തടാകത്തിലേക്ക് എടുത്തു ചാടുകയും സ്വന്തം മകനെ രക്ഷപ്പെടുത്തി വഞ്ചിയിലേക്ക് വെക്കുകയും ചെയ്തു. ഉടനടെ രാജകൽപ്പന വന്നു. മന്ത്രിയെ ഉടനടി പിടിച്ചു കെട്ടി കൊല്ലുവാനായിട്ട് രാജാവ് ക്രൂദ്ധനായി കൽപ്പിച്ചു. പിടിച്ചു കെട്ടിയ മന്ത്രിയെ രാജാവ് കാണാൻ ചെന്നു. രാജാവ് ചോദിച്ചു, നീ എന്തിനാണ് എന്റെ മകനെ കൊല്ലാനായിട്ട് ശ്രമിച്ചതെന്ന്. മന്ത്രി പറഞ്ഞു, എന്റെ ഒരു ഉത്തരം പറയാനായിട്ട് ഞാൻ എടുത്ത ഒരു മാർഗം അതായിരുന്നുവെന്ന്. രാജാവിന് സംശയമായി. മന്ത്രി പറഞ്ഞു, അങ്ങ് എന്നോട് ചോദിച്ചില്ലേ ദൈവം എന്തിനാണ് മനുഷ്യനായി അവതരിച്ചതെന്ന്? രാജാവിന്റെ പ്രിയപ്പെട്ട മകൻ അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റാരുടെയും സഹായം ചോദിക്കാതെ, പടയാളികളുടെ സഹായം ചോദിക്കാതെ, പരിചാരകരുടെ സഹായം ചോദിക്കാതെ അങ്ങ് തന്നെയാണ് എടുത്തു ചാടിയത്. പ്രിയപ്പെട്ട രാജാവേ, ദൈവം ഇതുതന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ട മക്കൾ അപകടത്തിലായപ്പോൾ, പാപത്തിൽ വീണുപോയപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു. അവൻ മനുഷ്യനായി അവതരിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങ് ചെയ്തതുപോലെ തന്നെ തന്റെ വാത്സല്യം നിറഞ്ഞ മക്കൾക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദൈവം. അതേ സ്നേഹമുള്ളവരെ, മനുഷ്യൻ രക്ഷ ദർശിച്ച ദിനമാണ് ക്രിസ്മസ്. ദൈവത്തെ മുഖത്തോട് മുഖം കണ്ട ദിനമാണ് ക്രിസ്മസ്. നിനക്കും ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ നീ ചെറുതാകണം, പുൽക്കൂട് പോലെ ലളിതമാകണം. നമ്മുടെ ജീവിതങ്ങളിൽ എളിമ കണ്ടെത്താനുള്ള ഒരു ദിനമായി മാറട്ടെ ക്രിസ്മസ്. ഈ ക്രിസ്മസ് കൊണ്ട് മാത്രം നമ്മുടെ പുണ്യങ്ങൾ അവസാനിക്കരുത്. ഇതൊരാരംഭമാകട്ടെ. ജീവിതത്തിൽ എന്നും ക്രിസ്മസ് ആകുവാൻ, ഈശോയുടെ പിറവി അനുഭവിക്കുവാൻ, രക്ഷയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും പിറവി തിരുനാളിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു.